എനിക്ക് തോന്നുന്നത് ആസ് എ പീഡിയോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും എനിക്ക് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുഴുപ്പല്ല് തന്നെയാണ്. അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പുഴുപ്പല്ല് എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്കുണ്ട് ആ കുട്ടിക്കില്ല എന്നുള്ളൊരു കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറേ കംപ്ലൈൻറ്റ് പോലെയുണ്ട്. അതായത് എന്താ ഇപ്പം ഇതിനൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ ആവാത്ത, ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്, അങ്ങനെ തൊട്ട് കുറേ ചോദ്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊന്ന് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു പ്രോപ്പറായിട്ടൊരു ക്ലാസ് പോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഇവർ ഒരു കുട്ടിയായിട്ട്, അതായത് ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഫേസ് ചെയ്യാൻ സാധ്യത എന്നുള്ളതൊന്ന് നേരത്തെ കാലത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും തോന്നുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുഴുപ്പല്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ്, അങ്ങനെയാണ് നമ്മൾ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് തന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഹൈലി പ്രിവെൻറ്റബിൾ ആണ്. ബേസിക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സംഭവമേ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് കേടായ പല്ലില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചെറുപ്രായത്തിലുള്ള പുഴുപ്പല്ല്, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കേരീസ്, അതാണ് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ എങ്ങനെ പോയാലും ഒരു സാധനം ഒഴിവാക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ, അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ആൻസർ വേണ്ടേ. അതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചാൽ ഉത്തരം പറയുന്ന ആൻസറാണ് ഷുഗർ, അല്ലേ? ഷുഗറാണ്, ഒരു സംശയം വേണ്ട. ഷുഗർ ഇല്ലാതെ ഇതൊന്നും നടക്കുന്നില്ല. പക്ഷേ ഷുഗർ മാത്രം വന്നാൽ മതിയോടെ അതല്ല കാര്യം. നമ്മുടെ വായിനുള്ളിൽ ഒരു പ്രത്യേക തരം ബാക്ടീരിയ ഉണ്ട്. പ്രോഗ്രസ് ചെയ്യിപ്പിക്കുന്ന കുറേ ബാക്ടീരിയ ആണെങ്കിലും തുടക്കം കുറിക്കുന്ന ഒരാളുണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ്. അപ്പോൾ ആ സാധനം എങ്ങനെയാണ് ഒരു കുട്ടിയുടെ വായിൽ വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം.